My precious children of God, I welcome all of you to this program, and may the Lord speak to each one of you and bless you. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Today we are going to meditate from 2 Kings 13 verse 23. ഇന്ന് 2 രാജാക്കന്മാർ 13:23 വാക്യം നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നു. The Lord was gracious to them and had compassion and showed concern for them. യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സലിവും തോന്നി. My friends, what a precious Lord we have. എന്റെ സ്നേഹിതന്മാരെ, നമ്മുടെ ദൈവം എത്ര അമൂല്യനായ He ദൈവമാണ്. has compassion and concern for us. ദൈവത്തിന് നമ്മോട് കരുണയും മനസ്സലിവും ഉണ്ട്. When will the Lord have compassion on us? എപ്പോഴാണ് ദൈവം നമ്മോട് മനസ്സലിയുക? Isaiah chapter 30 verse 18 says, "Therefore the Lord will wait that he may be gracious to you." യെശയ്യാവ് 30:18 പറയുന്നു, അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. So my friends, what we have to do? ആകയാൽ സ്നേഹിതന്മാരെ, നമ്മൾ എന്ത് ചെയ്യണം? We have to wait at the feet of God for everything. സകല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ കർത്താവിന്റെ കാൽക്കൽ കാത്തിരിക്കണം. For every small thing or big thing we need in our life, we have to wait at the feet of God. ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ വലിയ കാര്യങ്ങളാണെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ കർത്താവിന്റെ കാൽക്കൽ കാത്തിരിക്കണം. Read the word of God as much as you can, നിങ്ങൾ കഴിവിന്റെ പരമാവധി ദൈവവചനം വായിക്കുവിൻ. and then wait at the feet of God. പിന്നീട് കർത്താവിന്റെ കാൽക്കൽ കാത്തിരിക്കുവിൻ. Then you will be blessed like this. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അനുഗ്രഹീതരാകും. The Lord's compassion will come upon you. കർത്താവിന്റെ മനസ്സലിവ് നിങ്ങളുടെ മേൽ വരും. He'll forgive and forget all the wrong things you are doing, നിങ്ങൾ ചെയ്ത സകല തെറ്റുകളും കർത്താവ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും. and He'll lead you in a blessed way. കർത്താവ് അനുഗ്രഹീതമായ വഴിയിലൂടെ നിങ്ങളെ വഴി നടത്തും. Isaiah 30 verse 18 says, "Therefore the Lord will wait that he may be gracious to you. Blessed are all those who wait for him." ആകയാൽ യെശയ്യാവ് 30:18 പറയുന്നു, യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. Isaiah 31 verse 5 says, "Like birds flying about, so will the Lord of hosts defend Jerusalem. Defending, he will also deliver it. Passing over, he will preserve it." യെശയ്യാവ് 31:5 വാക്യം പറയുന്നു, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്ത് രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. Yes, my friends, have the practice of waiting at the feet of God. അതെ സ്നേഹിതന്മാരെ, കർത്താവിന്റെ കാൽക്കൽ കാത്തിരിക്കുന്നത് ശീലിക്കുവിൻ. Then the Lord will defend you, deliver you, and preserve you. അപ്പോൾ ദൈവം നിങ്ങൾക്ക് പ്രതിരോധം തീർക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ പരിപാലിക്കും. Hosea 14:3 says, "For in you the fatherless find mercy." ഹോശേയ 14:3 പറയുന്നു, അനാഥനെ തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ. That means in the Lord, fatherless people will have all kinds of mercy. അതിന്റെ അർത്ഥം അനാഥരായവർക്ക് ദൈവത്തിൽ നിന്ന് സകല കരുണയും ലഭിക്കും എന്നതാണ്. In this world, you might have lost your father, mother, or loved ones. Don't be ഈ worried. ലോകത്തിൽ നിങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിരിക്കാം. When you have the compassion of Jesus Christ, that is more than enough. യേശുവിന്റെ അനുകമ്പ നിങ്ങളിലുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. Even now, let us humble ourselves and ask the Lord to have His compassion upon all of us. ഇപ്പോഴും നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി നമ്മോട് മനസ്സലിവ് കാണിക്കുവാൻ ദൈവത്തോട് യാചിക്കാം. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Our precious Heavenly Father, thank you, Lord, for your great love. ഞങ്ങളുടെ വിലയേറിയ സ്വർഗീയ പിതാവേ, ഞങ്ങളോടുള്ള അങ്ങയുടെ മഹത്തായ സ്നേഹത്തിന് When we നന്ദി. come to you, show us so much grace and compassion, Father. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അങ്ങ് ഞങ്ങളോട് വളരെയധികം മനസ്സലിവ് കാണിക്കുന്നു, ഞങ്ങളോട് കൃപ Forgive കാണിക്കുന്നു. all the shortcomings of your children. കർത്താവേ, അങ്ങയുടെ മക്കളുടെ സകല കുറവുകളെയും അങ്ങ് ക്ഷമിക്കണം. Have mercy upon them, അവരോട് കരുണ കാണിക്കണമേ, compassion on them, അവരോട് മനസ്സലിയണമേ, and bring them closer to you. അവരെ അങ്ങിലേക്ക് വലിച്ചടുപ്പിക്കണമേ. Have compassion upon each and everyone who is now crying at your feet. ഇപ്പോൾ അങ്ങയോട് നിലവിളിക്കുന്ന ഓരോരുത്തരോടും അങ്ങ് മനസ്സലിയണമേ. Fill them with all your blessings. അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. My friends, are you looking for a beautiful partner in your life?
സ്നേഹിത, നിങ്ങൾ സൗന്ദര്യമുള്ള ഒരു ജീവിത പങ്കാളിയെ തേടിക്കൊണ്ടിരിക്കുകയാണോ? God is ready to give you a partner beautiful both inside and outside. ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യമുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് നൽകുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. You can find them in our True Friend Matrimony website. ഞങ്ങളുടെ ട്രൂ ഫ്രണ്ട് മാട്രിമണി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ പങ്കാളിയെ കണ്ടെത്താം. The perfect match from the background of your choice and a godly person is found there. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പൊരുത്തമുള്ള ദൈവഭക്തിയുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്താം. Contact True Friend Matrimony website today. ഇന്ന് തന്നെ ട്രൂ ഫ്രണ്ട് മാട്രിമണി വെബ്സൈറ്റുമായി ബന്ധപ്പെടുവിൻ.